ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. എൻ്റെ ആലുമോള് വന്നിട്ട് 6 വർഷമായി. അവളുടെ 6th ബർത്ത്ഡേ ആണ്. ഞാനൊരു ഉമ്മയായിട്ട് 6 വർഷം തികഞ്ഞു. എല്ലാ വർഷവും ഈ ഒരു ദിവസം എത്തുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. അവൾക്ക് എന്തൊക്കെ വാങ്ങിക്കൊടുക്കണം, അവൾക്ക് എന്തൊക്കെ ആവശ്യമുള്ളത് എല്ലാം ഞാൻ നോക്കി വെക്കും. എന്നിട്ട് അവൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എല്ലാ വർഷവും ഞാൻ ചെയ്യാറുണ്ട്. ഈ ദിവസം ഞങ്ങൾ രാവിലെ തന്നെ സ്കൂളിലേക്ക് കൊണ്ടുവിടുകയാണ് ചെയ്തത്. അതിനുശേഷം അവൾ അറിയാതെ അവൾക്കൊരു സൈക്കിൾ വാങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ വകയുള്ള ഗിഫ്റ്റാണ് ഇത്. അതുമാത്രമല്ല, ഇതാണ് ബർത്ത്ഡേ ഫ്രോക്ക്. ഞാൻ എൻ്റെ കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്തുണ്ടാക്കിയാണ്. അന്ന് നോമ്പ് തുറയും കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ കിച്ചണിൽ കയറിയിട്ട് ഞാൻ വേഗം പണികളൊക്കെ തീർത്തായിരുന്നു. അതിന് ഇടയിൽ ഞാൻ ഇതുപോലെ അവളുടെ ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ തൊട്ടപ്പുറത്തെ റൂമാണ്. അവിടെ അങ്ങനെ ആരും കയറാറൊന്നുമില്ല. ആരെങ്കിലും വരുമ്പോൾ കിടക്കുന്നല്ലാതെ. അതുകൊണ്ട് തന്നെ ആ റൂമിൽ വെച്ചാൽ അവൾക്ക് ഒന്നും അറിയില്ല എന്ന് ഉറപ്പായിരുന്നു. അതുപോലെ ഞാൻ ടംബ്ലറും ഒക്കെയൊക്കെ സെറ്റാക്കിയിട്ട് അതൊക്കെ ഒരു ഹാമ്പറാക്കിയിട്ട് സെറ്റ് ചെയ്യുകയാണ്. നോമ്പായതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ സ്കൂളിലേക്ക് പോകും. 3 മണിയാകുമ്പോഴത്തേന് വരും. അപ്പോൾ അവൾ എത്തുമ്പോഴത്തേന് നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ എനിക്ക് ഫുഡും കൂടി ഉണ്ടാക്കണം. ഒരുപാട് പേരൊന്നുമില്ല. എൻ്റെ ഉമ്മയും ഉപ്പി ഇവിടുന്ന് 2 പേരും, അങ്ങനെ 4 പേര് മാത്രമേ നമുക്ക് വേറെ നോമ്പ് തുറക്കാനുള്ളൂ. നോമ്പായതുകൊണ്ട് നമുക്ക് പുറത്ത് പോകലും അവിടുന്ന് കേക്ക് മുറിക്കലൊന്നും നടക്കില്ല. എല്ലാ വർഷവും നമ്മൾ അങ്ങനെയാണ് ചെയ്തതിന്. 2 വർഷമായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളൂ. ആകെ കൂടി ഞാനൊരു 10 ബലൂൺ മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അധികം ഡെക്കറേഷൻസും കാര്യമൊന്നും ചെയ്യുന്നില്ല. എല്ലാം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, ലൈറ്റൊക്കെ. പിന്നെ ഞാൻ ആ ധൃതിയിൽ മറന്നും പോയി. പിന്നെ വൈകുന്നേരം, രാത്രിയല്ലല്ലോ, വൈകുന്നേരം അവളെത്തുമ്പോഴത്തേന് ചെയ്യണ്ടേ, അതുകൊണ്ട് തന്നെ ഞാനെല്ലാം വിട്ടുപോയി. പിന്നെ അതുപോലെ ഈ 6 എന്നുള്ള നമ്പറും കൂടി ഞാൻ വെക്കുന്നുണ്ട്. ഫൈനലി നമ്മൾ സെറ്റ് ചെയ്തത് ഇങ്ങനെയാണ്. എനിക്ക് ഈ സൈക്കിൾ ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ ഒരു കളർ തീം ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ടാണ് ഇതെടുത്തിരുന്നത്. ഈ ബർത്ത്ഡേക്ക് അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് സൈക്കിളായിരുന്നു. പക്ഷെ കിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പ് അവൾക്ക് കൊടുത്തിരുന്നു. അങ്ങനെ സ്കൂളിൽ നിന്ന് കൂട്ടി ഇതാ വരുമ്പോൾ ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ഐഷു വന്നിട്ടില്ല ബർത്ത്ഡേക്ക്. അതിൻ്റെ ഭയങ്കര സങ്കടവും കരച്ചിലും പറച്ചിലൊക്കെ ആയിരുന്നു. അങ്ങനെ അവളെ വേഗം കുളിപ്പിച്ച് ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. നമ്മളിതാ ഇത്രയും സ്നാക്സാണ് ഉണ്ടാക്കിയിരുന്നത്. കാണുമ്പോൾ 4 ടൈപ്പ് സ്നാക്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ ഈ സമൂസയും മീൻകായും എല്ലാം 2 ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ഒരുപാട് സ്നാക്സൊക്കെ ഉണ്ടാക്കേണ്ടി വന്നു. ഫ്രോക്കിൻ്റെ പുറകിൽ ഇതുപോലെ ഞങ്ങളൊരു ടൈലൊക്കെ വെച്ചിട്ടുണ്ട്. അന്നുമോളും സെയിം ഫ്രോക്ക് തന്നെ ആയിരുന്നു. അവളുടെ 2 പേരും സ്ലീവ് മാത്രമേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ കേക്ക് വാങ്ങിയിരുന്നു. കേക്ക് അവളുടെ രതീഷ് മാമൻ്റെ വകയായിരുന്നു. ഇവരുടെ ബർത്ത്ഡേക്കൊക്കെ നമ്മളിങ്ങനെ വീട്ടിൽ നിന്നല്ലല്ലോ, നമ്മൾ കുറച്ച് പേര് പുറത്ത് പോവും, ഫുഡ് കഴിക്കും, വരും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഫസ്റ്റ് ബർത്ത്ഡേ, ഇവിടുന്ന് ആകെ ഞാൻ ഫസ്റ്റ് ബർത്ത്ഡേ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ കേക്കെല്ലാം മുറിച്ച് എല്ലാവർക്കും കൊടുത്തു. നോമ്പായതുകൊണ്ട് തന്നെ ആർക്കും കേക്ക് വേണ്ടായിരുന്നു. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മധുരം ഭയങ്കരമായിട്ട് മടുത്തു. പിന്നെ ഞങ്ങളാരും അത്ര കേക്ക് കഴിക്കുന്ന ആൾക്കാരല്ല. എനിക്ക് ഐസ്ക്രീം കേക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് വാങ്ങാനായിരുന്നു താല്പര്യം. പിന്നെ ക്രീം കേക്കെല്ലാം മക്കൾക്ക് ഇഷ്ടമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതാണ് കഴിച്ചത്. എല്ലാ ബർത്ത്ഡേക്കും ഈ ഒരു ടൈം ആകുമ്പോഴത്തേനും അവൾക്ക് ഒരുപാട് ഗിഫ്റ്റൊക്കെ കിട്ടുമായിരുന്നു. പക്ഷേ ഈ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ്, ഒരു മുട്ടായി വരെ കിട്ടാത്തതിൽ ഭയങ്കര സങ്കടമായിരുന്നു. ആകെ കിട്ടിയത് ഈ കേക്ക് മാത്രമാണ്. കേക്കെല്ലാം കഴിച്ച് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ആ റൂം പൂട്ടിയതിൻ്റെ കീ ഞാൻ അവളുടെ കയ്യിൽ കൊടുക്കുമായിരുന്നു. അപ്പോൾ അവളിങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തിനാ എനിക്ക് ഈ താക്കോൽ, എന്തിനാ ഈ താക്കോലെന്ന്. അങ്ങനെ റാഫി പോയിട്ട് കണ്ണെല്ലാം പൂട്ടിയിട്ട് ആ താക്കോലും കൊണ്ട് തുറക്കുവാണ്. സർപ്രൈസാണ് എന്ന് പറയുമ്പോൾ അവൾക്ക് ഉറപ്പാണ് സൈക്കിളായിരിക്കുന്നു. കാരണം അവൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി പോയിട്ട് അത് കണ്ടു വെച്ചിരുന്നു കുറേ മുന്നേ. വാങ്ങുന്ന അവൾക്ക് ഒട്ടും ഹോപ്പ് ഉണ്ടായിരുന്നില്ല. കാരണം അവളെ കൂട്ടാതെ നമ്മളെവിടെയും പോവാറില്ലല്ലോ. ഇത് കണ്ടതും അവൾ ഭയങ്കര ഹാപ്പിയായി. അവൾക്ക് പിന്നെ വേണ്ട ഗിഫ്റ്റുകളൊക്കെ എൻ്റെ ഉമ്മ വാങ്ങിയതും എല്ലാ ഗിഫ്റ്റും അവൾക്ക് എന്താ വേണ്ടത് അത് ചോദിച്ച് അന്വേഷിച്ചിട്ടായിരുന്നു. അങ്ങനെ കുറേ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടി. അവൾ ഭയങ്കര ഹാപ്പിയായി. ഇതൊക്കെയാണ് ഞങ്ങളുടെ ബർത്ത്ഡേ വിശേഷം. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് 2 പെൺകുട്ടികളെ കിട്ടിയതിന്. ഇതുപോലെ അവരെ നന്നായിട്ട് സന്തോഷത്തോടെ നോക്കാൻ ഞങ്ങൾക്ക് എപ്പോഴും കഴിയട്ടെ.